ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് അതേപോലെ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട്, ബൾബിൻ്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. ഗിയർ വീഴുമ്പോൾ ഇടയ്ക്ക് ഒരു പിടുത്തം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്രേക്ക് സൗണ്ട്, ക്ലച്ച് ചെക്കപ്പ്, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഹെഡിൻ്റെ ഭാഗത്ത് ലീക്ക്, അതേപോലെ I3S പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഈ ഹബിനകത്ത് ലൈനർ ഒരയുമുള്ള പൊടി വന്നതാണ്. ആ ഹബിൻ്റെയും ലൈനറിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് ആ സൗണ്ട് തന്നെ. അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീൽ ബെയറിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ്. ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ഈ സർവീസും കൂടി ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഈ സൈഡിൽ പ്ലഗ് റബ്ബറിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ട് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാം നമുക്ക്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ഫിൽറ്റർ ക്ലീനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലച്ചറിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്ക്രീൻ ഫിൽറ്ററിനകത്ത് കാര്യമായിട്ടുള്ള അഴുക്കെന്ന് പറയാനില്ല, ചെറുതായിട്ടുള്ളൂ ഈ സ്ക്രീൻ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ. പക്ഷേ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ റോട്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം, ഇവിടെ അഴുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഇത്രയും നമുക്ക് അതിനകത്ത് വന്ന അഴുക്കാണത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഗിയർ വീലുകൾ, അങ്ങനത്തെ മെറ്റൽ പാർട്സുകൾ തേയുമ്പോൾ വരുന്ന ആ വന്ന ഡസ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു പൊടി പോലെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മാഗ്നറ്റുമ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചാടി പിടിക്കാതെ നമുക്കറിയാം. കാരണം മെറ്റൽ പാർട്സുകളാണ് ഈ സംഭവം. അതിൻ്റെ തേമാനം കൊണ്ട് വന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ രീതികളെ നമ്മളത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം അതല്ലെങ്കിൽ ഈ ക്രാങ്ക് ഇതിനകത്തേക്ക് ഇത് പോണത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം, കണക്റ്റിംഗ് റോഡിലേക്ക് പോണ പമ്പിൻ്റെ ലൈനാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെല്ലുന്ന കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണക്ടർ റോഡിന് ഈ പറഞ്ഞ രീതികൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് സ്ക്രാച്ചസ് ആക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സിലിണ്ടറിൻ്റെ വാളിലൊക്കെ ആ ഓയിലിൻ്റെ കൂട്ടത്തിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ അവിടെയും സ്ക്രാച്ച് വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓയിൽ ചേഞ്ചിന് അഴിച്ച് ചെയ്ത് പോകണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അയക്കുമ്പോൾ പിന്നെ ആ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ജനറൽ സർവീസിൽ വന്നതല്ല, നമുക്കതിന് അഡീഷണൽ ചാർജ് വരും. പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകുകയാണെങ്കിൽ എഞ്ചിൻ ലൈഫ് നമുക്ക് മാക്സിമം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാറ്ററി നമുക്ക് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.45. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ബാറ്ററി ലോഡൊക്കെ ഓക്കെയാണ്. പിന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ അഴിക്കണം. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്, അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകും. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട്. ആ ബൾബിൽ തന്നെയാണ് 2 പോയിന്റ് വേണ്ടത്. അപ്പോൾ ആ ബൾബ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. I3S വർക്കിംഗ് അല്ലാത്തതിൻ്റെ കാരണം ക്ലച്ചിനകത്ത് വരുന്ന ക്ലച്ച് ലിവർ പിടിക്കുമ്പോൾ നമുക്കൊരു സ്വിച്ച് അവിടെ വർക്കിംഗ് ഉണ്ട്. ആ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഈ സ്വിച്ചാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓക്കെ ആയിക്കോളും. ഇതൊക്കെയാണ് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് വന്നതിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽസ്. ഞാൻ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.